ഹലോ, വെൽക്കം ടു ഷൈൻ സൊല്യൂഷൻസ്. നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്റ്റീരിയോ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സോഹോസ്, ന്യൂമാൻ, ഫിഷറിലൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റീനെ പറ്റിയാണ്. അപ്പോൾ മോളിക്യൂളിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു മോളിക്യൂളിൻ്റെ എപ്പോഴാണ് മോളിക്യൂൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാമെന്നും RNS നോമൻക്ലേച്ചർ എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഒരു മോളിക്യൂള് എപ്പോഴാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുക? വാട്ട് ഈസ് ദി കണ്ടീഷൻ ഫോർ എ മോളിക്യൂൾ ടു ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്? അപ്പം നമ്മൾ പഠിക്കുക എങ്ങനെയാണ്? നമ്മൾ ഒരു മോളിക്യൂളിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റീനെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുക, ഒരു മോളിക്യൂളിൻ്റെ മുകളിൽ ഒരു കാർബണിൻ്റെ മുകളിൽ 4 ഗ്രൂപ്പും ഡിഫറെൻ്റ് ആവുന്ന സമയത്താണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുന്നതാണ് പറയുക. അത് വളരെ ശരിയാണ്. നമ്മൾ അതിനെ കൈറാൽ കാർബൺ എന്ന് പറയും. പക്ഷേ കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക്, നമ്മളിപ്പം ഡിഗ്രി കഴിഞ്ഞ് PG ലെവലിലേക്കും അതേപോലെ ജാമു പോലത്തെയോ CSIR പോലത്തെയോ നെഗേറ്റ് പോലത്തെയോ ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ അപ്പിയർ ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഒരു ഐഡിയ കൊണ്ട് മാത്രം നമുക്ക് പ്രോബ്ലങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പം കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, മോളിക്യൂൾ ഷുഡ് നോട്ട് ഹാവ് പ്ലെയിൻ ഓഫ് സിമെട്രി എന്നുള്ളതാണ്. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല. അതാണ് മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ഓഫ് സിമെട്രി എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് തിയറിയുടെ ഒരു വീഡിയോ ഉണ്ട്, ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ നമ്മൾ ഓരോ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതും എന്താണ് പ്ലെയിൻ ഓഫ് സിമെട്രി എന്നും ഓരോ സിമെട്രി എലമെൻറ്റ്സ് എന്താണെന്നും അതെങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുവന്നാൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. മോളിക്യൂൾ ഷുഡ് നോട്ട് ഹാവ് പ്ലെയിൻ ഓഫ് സിമെട്രി. ഓക്കെ, ഇങ്ങനെയാണ് പറയുക. ഒരു കാർബണിന്റെ മുകളിൽ 4 ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആവണം എന്നുള്ളതാണ് നമ്മൾ പറയുക. അപ്പം അങ്ങനെയുള്ള കാർബൺ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്ന് കൂടുതൽ എങ്ങനെയുള്ള കാർബൺ ആറ്റം ഉണ്ട് എങ്കിലും മോളിക്യൂൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം ജനറലി ഈ മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. പക്ഷെ നമ്മളൊരു മോളിക്യൂൾ എസ് എ ഹോൾ നമ്മൾ പറയുമ്പോൾ ഒരു കാർബൺ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയതുകൊണ്ട് മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു മോളിക്യൂൾ എടുത്താൽ, അപ്പോൾ നമുക്ക് ഞാൻ ഓരോ എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 4 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഫസ്റ്റ് മോളിക്യൂൾ എടുത്താൽ ഇതാണ് മോളിക്യൂൾ. ഇവിടെ എന്തുണ്ട്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ എബോവ് ദി പ്ലെയിനിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? റെഡി, ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ ഈ മോളിക്യൂളിന്റെ ഷേപ്പ് എന്താ വരിക? ഇപ്പൊ ഈ മോളിക്യൂളിന്റെ ഷേപ്പ് നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ബ്രോമിൻ. ഓക്കെ, ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഈ മോളിക്യൂളിന് ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവൂലേ? പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവും. ഓക്കെ, എങ്ങനെയാ ഉണ്ടാവുക? ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു പ്ലെയിൻ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് ഈ കാർബണിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എബോവ് ദി പ്ലെയിനും ഇത് ബിലോ ദി പ്ലെയിൻ ആണ്. ആ 2 ആറ്റത്തിനെയും കട്ട് ചെയ്തുകൊണ്ട് ഒരു പ്ലെയിൻ കടന്നു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്ലെയിൻ ഉള്ളതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബണിന്റെ മുകളിൽ 4 ഗ്രൂപ്പ് ഡിഫറെന്റ് അല്ലേ? ഈ കാർബണും സെയിം ആണ്. അപ്പോൾ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, അതേ സിറ്റുവേഷൻ ആണ് ഇവിടെ വരിക. ഇപ്പൊ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നു കഴിഞ്ഞാലും ആ പ്ലെയിൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇനി ഇതിന്റെ കേസിലോ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമുക്ക് പ്ലെയിനോ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഇതിൽ വഴിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഒരു പ്ലെയിൻ ആയിട്ട് ഇമാജിൻ ചെയ്യണം, ട്രയാങ്കിൾ പ്ലെയിൻ ആയിട്ട് ഇമാജിൻ ചെയ്യണം. അതിന്റെ ഇങ്ങനെയാണ് പ്ലെയിൻ, ഒരു പ്ലാനാർ സിസ്റ്റം ആയിട്ട് ട്രയാങ്കിൾ ഇങ്ങനെ ഒരു പ്ലെയിനിലായിട്ടാണ് ഇമാജിൻ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഒരു പ്ലെയിനിൽ, ഈ ഒരു പ്ലെയിനിലാണെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പ്ലെയിൻ ഇങ്ങനെയാണ്. അപ്പൊ ഈ ക്ലോറിനിലൂടെയും ബ്രോമിനിലൂടെയും, ഇവിടെ ബ്രോമിൻ ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഇത് രണ്ടിലൂടെയാണ് കടന്നു പോകുന്നത്.
അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ ഈ ഹൈഡ്രജന്റെ മിറർ ഇമേജ് ഇവിടെ പകരം ഹൈഡ്രജൻ ഉണ്ട്, ഈ ഹൈഡ്രജന് പകരം ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലെയിൻ ഉണ്ട് എങ്കിൽ ആ മോളിക്യൂൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പം ഇതും ഇനാക്റ്റീവ് ആണ്. ഇനി ഇതിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്ലൂറിൻ ഉണ്ട്, അപ്പൊ എന്താണ് ഇവിടെ ക്ലോറിൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെയും നിങ്ങൾ ഇതേപോലെ തന്നെ ഇത് ഫ്ലൂറിൻ, ഇത് ക്ലോറിൻ, ഇവിടെ ഫ്ലൂറിൻ താഴോട്ടാണ്, ഇവിടെയും ഫ്ലൂറിൻ താഴോട്ടാണ്. ഇതേ പ്ലെയിൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. ഈ ഫ്ലൂറിന്റെ താഴോട്ടുള്ള ഫ്ലൂറിന് മിറർ ഇമേജ് ആയിട്ട് ഇവിടെ ഫ്ലൂറിൻ ഉണ്ട്, അപ്പോഴും പ്ലെയിൻ ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും ഇതും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്രോമിൻ ഉണ്ട്, ഇവിടെ എന്താണ് ക്ലോറിൻ ബിലോ ദി പ്ലെയിൻ ആണ്. ആ മോളിക്യൂൾ ഇമാജിൻ ചെയ്യുക, ഇവിടെ ബ്രോമിൻ, ഇവിടെ ക്ലോറിൻ. ഓക്കെ, ഇനി ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ഫ്ലൂറിൻ ആണ്, ഇവിടെ ക്ലോറിൻ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ ഇവിടെയുള്ള ഫ്ലൂറിന് പകരം ഇവിടെ ക്ലോറിൻ ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന് പ്ലെയിൻ ഇല്ല. അപ്പൊ ഈ മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ ഒരു മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്, പ്ലെയിനോ സിമെട്രി ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നമുക്ക് വേറൊരു മോളിക്യൂൾ എടുത്ത് ചെയ്ത് നോക്കാം. ഈ 4 മോളിക്യൂൾ എടുത്ത് ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പൊ ഈ കേസിൽ എങ്ങനെയാ വരിക, ഇപ്പൊ സെയിം സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് കുറച്ചുകൂടി എളുപ്പമാണ്, നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ ക്ലോറിൻ എബോവ് ദി പ്ലെയിൻ ആണ്, ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഇവിടെയുള്ള ക്ലോറിൻ എവിടെയാണ്, താഴോട്ടാണുള്ളത് അല്ലെ, ഇവിടെ ക്ലോറിൻ താഴോട്ടാണുള്ളത്, ഇവിടെ ഹൈഡ്രജൻ ആണ് എബോവ് ദി പ്ലെയിൻ ഉള്ളത്, ഇവിടെ ഹൈഡ്രജൻ ബിലോ ദി പ്ലെയിൻ ആണ്. ഒരു പ്ലെയിൻ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതിനകത്ത് നമുക്ക് എങ്ങനെയെല്ലാം പ്ലെയിൻ ഇമാജിൻ ചെയ്യാം, ഒന്ന് പ്ലെയിൻ ഇമാജിൻ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്യാം അല്ലേ, ഇതിന്റെ നടുക്കൂടെ കട്ട് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ, ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്യാം. ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്കൂടെ പോകുന്നൊരു പ്ലെയിൻ. ഓക്കെ, അങ്ങനെ പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ ഈ ഹൈഡ്രജന്റെ മിറർ ഇമേജ് ഇവിടെ ക്ലോറിൻ കിട്ടുന്നത്, ഈ ഹൈഡ്രജന് പകരം ക്ലോറിൻ കിട്ടുന്നത്. അങ്ങനെ ഒരു മിറർ ഇമേജ് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഈ മോളിക്യൂൾ നിൽക്കുന്ന ഈ പ്ലെയിനിൽ നമുക്ക് പറ്റുമോ? ആ പ്ലെയിനിൽ പറ്റില്ല. അപ്പോൾ ആ ക്ലോറിന് പകരം ഹൈഡ്രജൻ ആണ് വരുന്നത്, ഈ ക്ലോറിന് പകരം ഹൈഡ്രജൻ ആണ് വരുന്നത്. അപ്പോൾ അതും പറ്റില്ല. അവിടെ നമുക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഈ കേസിൽ അപ്പോൾ എന്താണ്, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണം. ഇനി ഇതിന്റെ രണ്ടാമത്തെ കേസിലോ, അതായത് ഇപ്പോൾ മോളിക്യൂൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്ലോറിൻ താഴോട്ടും ഹൈഡ്രജൻ മുകളിലോട്ടും, ഇവിടെ ക്ലോറിൻ മുകളിലും ഹൈഡ്രജൻ താഴെയാണ്. ഓക്കെ, അപ്പോൾ ഈ മോളിക്യൂൾ എന്താണ്, പ്ലെയിൻ ഓഫ് സിമെട്രി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇനി ഈ കേസിൽ രണ്ടാമത്തെ കേസിലോ, രണ്ടാമത്തെ കേസിൽ മോളിക്യൂൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഫ്ലൂറിൻ താഴെ, ഇവിടെയും ഫ്ലൂറിൻ താഴെയാണ്, ഇവിടെ ക്ലോറിൻ മുകളിലാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലോറിൻ ആണുള്ളത്, അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആയിരിക്കും, ഇവിടെ ഹൈഡ്രജൻ ആയിരിക്കും, ബാക്കിയുള്ള ബാലൻസ് ഒക്കെ നമ്മൾ ഹൈഡ്രജൻ ഇടണം. ഇവിടെയും ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ. ഇതാണ് മോളിക്യൂളിന്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ, ഈ ഡയഗണലായിട്ട് നമുക്കൊരു പ്ലെയിൻ ഇമാജിൻ ചെയ്യാം. ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ, ഓക്കെ, ഫ്ലൂറിനിലൂടെയും ഈ ഹൈഡ്രജനിലൂടെയും കട്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ. പക്ഷെ അവിടെ എന്താണ്, ഈ ക്ലോറിന്റെ മിറർ ഇമേജ് ഇവിടെ ഹൈഡ്രജൻ ആണ് വരിക. അപ്പൊ നമുക്ക് ഇത് പറ്റില്ല. ഇങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പറ്റുമോ, ഇങ്ങനെ പറ്റുമോ, ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ? കണ്ടോ, ഇങ്ങനെ ഈ ഡയഗണലിൽ നമുക്ക് പറ്റില്ലേ? ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ ഈ ക്ലോറിനും ഈ ഹൈഡ്രജനാണ് വരിക. അപ്പൊ ഇതിന്റെ ഈ ഫ്ലൂറിന്റെ മിറർ ഇമേജ് ഇവിടെ കിട്ടും, ഈ ഹൈഡ്രജന്റെ മിറർ ഇമേജ് ഇവിടെ കിട്ടും അല്ലെ. അങ്ങനെ ഒരു പ്ലെയിൻ പോസിബിൾ ആണ് അല്ലെ, അങ്ങനെ ഒരു പ്ലെയിൻ പോസിബിൾ ആണല്ലോ. അപ്പൊ നമുക്ക് ആ മോളിക്യൂളിന്റെ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത മോളിക്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ മോളിക്യൂളിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എം ഇ അബോവ് ദി പ്ലെയിൻ ആണ്. എം ഇ അബോവ് ദി പ്ലെയിൻ. ഈ എം ഇ എന്ത് ചെയ്യണം, ബിലോ ദി പ്ലെയിൻ വരയ്ക്കണം. റെഡി. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ വരും.
ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇങ്ങനെ വരും. ഇതാണ് മോളിക്കൂൾ. ഇതിൽ നമ്മൾ പ്ലെയിൻ ഓഫ് സിമെട്രി കാണുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ പ്ലെയിൻ ഓഫ് സിമെട്രി കാണുന്നുണ്ടോ? എല്ലാ രീതിയിലും ചെയ്തു നോക്കണം. കാണുന്നുണ്ടോ? ഇപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയഗണലായിട്ട്, അതായത് ഇവിടെ എങ്ങനെയാണ് മോളിക്കൂൾ ഇമാജിൻ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ എം ഇ, ഇത് എം ഇ, ഇത് എം ഇ, ഈ എം ഇ താഴോട്ട്. ഓക്കെ, രണ്ട് എം ഇയും ഇവിടെ മുകളിലോട്ടും ഇത് താഴോട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗണലി നമ്മളൊരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഡയഗണലി നമ്മൾ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ, ഓക്കെ, ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ എന്താ വരിക? ഈ എം ഇയും ഈ എം ഇയും ഈ എം ഇയും ഒക്കെ ആ പ്ലെയിനിൽ വരും. മിറർ ഇമേജ് വരിക, ഈ എം ഇയുടെ മിറർ ഇമേജ്, പക്ഷെ ഇവിടെ ഹൈഡ്രജൻ വരിക അല്ലെ. ഇതിന് ഹൈഡ്രജൻ ഓക്കെയാണ്, ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ ഈ എം ഇയുടേത് ഇവിടെ നമുക്ക് എന്ത് കിട്ടില്ല? ഹൈഡ്രജൻ കിട്ടില്ല. അങ്ങനെ ഒരു പ്ലെയിൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും പറ്റുമോ? നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ഡയഗണൽ പ്ലെയിൻ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ ഈ എം ഇയുടെ മിറർ ഇമേജിന് പകരം ഇവിടെ ഹൈഡ്രജൻ ആണ് വരുന്നത്, ഈ എം ഇക്ക് പകരം ഈ ഹൈഡ്രജൻ ആണ് വരുന്നത്. അതും പറ്റില്ല. അപ്പൊ നമുക്ക് വേറെ പ്ലെയിൻസ് ഒന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ഇതും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ഇതും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇപ്പൊ രണ്ട് മോളിക്കൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പ്ലെയിൻ ഓഫ് സിമെട്രി വെച്ചിട്ടാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. കുറച്ചുകൂടി മോളിക്കൂൾ എടുത്ത് ചെയ്ത് നോക്കാം. അപ്പം ഈ മോളിക്കൂളിന്റെ കേസിൽ ഇവിടെ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. ഇപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ഈ ഹൈഡ്രജനിലൂടെയും ഫ്ലൂറിനിലൂടെയാണ് കടന്നു പോവുക. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ഇതിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്താൽ, എന്താ വരിക? അങ്ങനെ പ്ലെയിൻ ഇമാജിൻ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇവിടെ ക്ലോറിന് പകരം ഇവിടെ ഫ്ലൂറിനുള്ളത്. ഇത് അബോവ് ദി പ്ലെയിനും ഇത് ബിലോ ദി പ്ലെയിനും ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, ഇത് പോസിബിൾ അല്ല. ഓക്കെ, ഇത് പോസിബിൾ അല്ല, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഈ കേസിലോ ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പ്ലെയിൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് അബോവ് ദി പ്ലെയിനും ഇത് ബിലോ ദി പ്ലെയിനും ആണ്. ഇത് പോസിബിൾ അല്ല. ഓക്കെ, ഇവിടെ എന്താണ്? ഈ ഫ്ലൂറിനും ക്ലോറിനും ഒറ്റ പ്ലെയിനിൽ വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ വരയ്ക്കാം. അപ്പൊ അത് രണ്ടും ഒറ്റ പ്ലെയിനിൽ വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും ഒരു പ്ലെയിനിൽ വരും. ഇവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി പോസിബിൾ ആണ്. എന്താണ്? ഈ മോളിക്കൂള് എന്താണ്? പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് ആണ്. പ്ലെയിൻ പ്രസന്റ് ആണെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ഇതിൽ പ്ലെയിൻ ഇല്ല, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇത് രണ്ടും എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, അങ്ങനെ വരും. പ്ലെയിൻ പ്രസന്റ് ആണെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പം ഫസ്റ്റിലത്തെ മോളിക്കൂളും ലാസ്റ്റിലത്തെ മോളിക്കൂളും പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇത് രണ്ടും എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഓർഗാനിക് മോളിക്കൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത നോക്കാനുള്ളത് RNS നോമൻക്ലേച്ചർ ആണ്. RNS നോമൻക്ലേച്ചറിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു സാധനമാണ് RNS നോമൻക്ലേച്ചർ. എന്നാൽ ഒരു ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പത്തിൽ RNS നോമൻക്ലേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ അത് വളരെ ഈസിയാണ്. അപ്പോൾ RNS നോമൻക്ലേച്ചർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എപ്പോഴാണ് നമ്മൾ RNS നോമൻക്ലേച്ചർ കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടി ഞാൻ പറയാം. അതായത് ഒരു മോളിക്യൂളില് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, അതായത് കൈറാൽ കാർബൺ, ഒരു കാർബണിന്റെ മുകളിൽ 4 ഗ്രൂപ്പും ഡിഫറന്റ് ആവുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? RNS പറയാം. അല്ലാതെ മോളിക്യൂളിൽ നമുക്ക് RNS പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു മോളിക്യൂളിലെ 4 ഗ്രൂപ്പും ഡിഫറന്റ് ആയിരിക്കും, ഒരു കാർബണിന്റെ മുകളിൽ 4 ഗ്രൂപ്പും ഡിഫറന്റ് ആയിരിക്കണം. ആ സമയത്താണ് നമ്മൾ RNS പറയാം. അപ്പൊ നമ്മൾ RNS പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റി നമ്പർ കൊടുക്കണം. എങ്ങനെയാ പ്രയോറിറ്റി നമ്പർ കൊടുക്കുക? ഒന്നുമില്ല, ആറ്റമിക് നമ്പറിന്റെ ബേസിലാണ് നമ്മൾ പ്രയോറിറ്റി നമ്പർ. ആറ്റമിക് നമ്പർ ഇപ്പൊ ഇതാണ് നമ്മുടെ കൈറാൽ കാർബൺ. ഈ കേസിൽ കൈറാൽ കാർബൺ ഇതാണ്. ഈ കൈറാൽ കാർബണിന്റെ മുകളിൽ അറ്റാച്ച് ഇരിക്കുന്ന 4 ഗ്രൂപ്പ് ഉണ്ട്. ഈ 4 ഗ്രൂപ്പിലും നമ്മൾ 1, 2, 3, 4 എന്ന നമ്പർ കൊടുക്കും. അപ്പൊ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആറ്റമിക് നമ്പർ കൂടുതലുള്ളതിന് 1 എന്ന് കൊടുക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാർബൺ ആണ്, ഇത് കാർബൺ ആണ്, ഇത് രണ്ടും കാർബൺ ആണ്. ET എന്ന് പറഞ്ഞാൽ CH2CH3 ആണല്ലോ അല്ലെ. ഇതെന്താണ്? CH2CH3 നമ്മൾ ET എന്ന് പറയുന്നത്. അപ്പൊ അതും കാർബൺ ആണ്, ഇതും കാർബൺ ആണ്. ഇതെന്താണ്? ഇത് ഓക്സിജൻ ആണ്, ഇത് ഹൈഡ്രജൻ ആണ്. ആറ്റമിക് നമ്പർ ഏറ്റവും കൂടുതലുള്ള ഏതിനാണ്? ഈ 4 ഗ്രൂപ്പിലും ഓക്സിജൻ ആണ് കൂടുതൽ. അപ്പൊ ഓക്സിജൻ 1 കൊടുക്കാം. ഇനി ഇത് 2 കാർബൺ ആണ്, പിന്നെ ഹൈഡ്രജൻ ആണ് കുറവ് വരിക. ആറ്റമിക് നമ്പർ പിന്നെ കൂടുതലുള്ള 2 കാർബൺ ആണ്. കാർബൺ ആണ് വരുന്നതെങ്കിൽ ഇതും കാർബൺ ആണ്, ഇതും കാർബൺ ആണെങ്കിൽ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അടുത്ത ആറ്റം നോക്കുക. ഇത് ഹൈഡ്രജൻ ആണ്, ഇവിടെ എന്താണ്? അടുത്ത കാർബൺ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ആറ്റം നോക്കുമ്പോൾ ഇതിനാണ് പ്രയോറിറ്റി വരുന്നത്. അപ്പൊ 2 ഇതിന് കൊടുക്കുക,
3 കൊടുക്കുക, 4 കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഈ നാലാമത്തത് നമ്മൾ എന്ത് ചെയ്യുക, ഈ നാലാമത്തെ നമ്പർ നമ്മൾ മനസ്സിലിട്ടാൽ മതി. ഈ നാലാമത്തെ നമ്പർ മനസ്സിലിട്ടാൽ മതി. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് എന്ന് വിളിക്കും. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ഇങ്ങനെ വിളിക്കും. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഈ ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പിന് വളരെ പ്രാധാന്യമുണ്ട് RNS കൊടുക്കുമ്പോൾ. ഇത് നമ്മൾ 2 എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് ബിലോ ദി പ്ലെയിൻ ആണ്, ഇതിൽ അത് എബോവ് ദി പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മൾ RNS കൊടുക്കുമ്പോൾ അത് എവിടെയാണ്, ബിലോ ദി പ്ലെയിൻ ആണോ എബോവ് ദി പ്ലെയിൻ ആണോ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ച് നോക്കണം. ഇപ്പൊ ഈ കേസിൽ നമുക്ക് അത് ബിലോ ദി പ്ലെയിൻ ആണുള്ളത്. അപ്പൊ ബിലോ ദി പ്ലെയിൻ ആണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 1 2 3 ഇപ്പൊ എങ്ങനെയാ വരുന്നത്, 1 2 3 എങ്ങനെയാ വരുന്നത്, 1 2 3 ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. 1 2 3 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആണ് എങ്കിൽ നമ്മൾ 6ഉം, ആന്റി ക്ലോക്ക് വൈസ് ആണ് എങ്കിൽ എസും ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ 6ഉം, ആന്റി ക്ലോക്ക് വൈസ് ആണ് എസും ആണ് കൊടുക്കേണ്ടത്. അത് എപ്പോഴാണ്? ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ബിലോ ദി പ്ലെയിൻ ആണെങ്കിൽ. ഓക്കെ, ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ബിലോ ദി പ്ലെയിൻ ആണെങ്കിൽ എന്താണ്? ക്ലോക്ക് വൈസ് 6ഉം ആന്റി ക്ലോക്ക് വൈസ് എസും ആണ്. അതാണ് ഐഡിയ. ഓക്കെ, മനസ്സിലായോ? ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ബിലോ ദി പ്ലെയിൻ ആണെങ്കിൽ ക്ലോക്ക് വൈസ് 6ഉം ആന്റി ക്ലോക്ക് വൈസ് എസും ആണ്. അപ്പൊ ഇതെന്താ വരിക? നമുക്ക് ക്ലോക്ക് വൈസ് ആണ് വന്നിരിക്കുന്നത്, ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ബിലോ ദി പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് ഇതെന്താ വരിക? ഈ മോളിക്കൂൾ എന്താ വരിക? ഇപ്പൊ ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ബിലോ ദി പ്ലെയിൻ ആണ്, ക്ലോക്ക് വൈസ് ആണ്, അപ്പൊ 6 വരും. ഓക്കെ, 6 കോൺഫിഗറേഷൻ വരും. ഇനി ഇതിന്റെ കേസിൽ എന്താ വരിക? രണ്ടാമത്തെ മോളിക്കൂളിന്റെ കേസിൽ ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഇത് 1 വരും, ഇത് 2 വരും, ഇത് 3 വരും. ഓക്കെ, 1 2 3 ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് എബോവ് ദി പ്ലെയിൻ ആണ്. ഇതിപ്പോ 1 2 3 വന്നിരിക്കുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് ആണ്. പക്ഷെ എന്താണ്? ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് എബോവ് ദി പ്ലെയിൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എഴുതുക. അപ്പൊ എന്താണ്? ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ എബോവ് ദി പ്ലെയിൻ ആണെങ്കിൽ ഇത് എസ് ആണ് വരിക. ഓക്കെ, അപ്പോ ഇത് എസ് ആണ്, ഇത് 6 ആണ്. ഇത്രയേ ഉള്ളൂ. ഇത്രേ ചെയ്യാനുള്ളൂ. പ്രയോറിറ്റി നമ്പർ ഇടുക. ലോവർ പ്രയോറിറ്റി ബിലോ ദി പ്ലെയിൻ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ 6ഉം ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എസും ആണ്. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് എബോവ് ദി പ്ലെയിൻ ആണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. RNS കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മോളിക്യൂൾസിന്റെ RNS കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മോളിക്യൂൾ ആണ് എങ്കിൽ ഇതാണ് കൈറാൽ കാർബൺ. കൈറാൽ കാർബണിന്റെ മുകളിൽ 4 ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ ആറ്റമിക് നമ്പർ ഏറ്റവും കൂടുതലുള്ള ഇതിനാണ്. ഇത് നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ 8ാമത്തെ ആറ്റമാണ്, നൈട്രജൻ 7ാമത്തെയാണ്. അപ്പൊ ഓക്സിജൻ ആണ് 1 വരിക അല്ലെ. 1 ഇത് 2 വരും. ഇനി ഇതും കാർബൺ, രണ്ടും കാർബൺ ആണ്. ഇവിടെ കാർബൺ ഹൈഡ്രജനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഇവിടെ കാർബണിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ 3 ഇത് വരും. 1 2 3 ആന്റി ക്ലോക്ക് വൈസ് ആണ്. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ബിലോ ദി പ്ലെയിൻ ആണ്, എസ് വരും. ഓക്കെ, ഇനി ഈ കേസിലാണെങ്കിലോ ഇത് 1 ഇത് വരും, ഓക്സിജൻ ആണ് 1 വരിക അല്ലെ. 2 ഇത് വരും, ഇത് 3 വരും. ഓക്കെ, 1 2 3 ക്ലോക്ക് വൈസ് ആണ്. പക്ഷേ ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് എബോവ് ദി പ്ലെയിൻ ആണ്. 1 2 3 ക്ലോക്ക് വൈസ് ആണ്. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് എബോവ് ദി പ്ലെയിൻ ആണെങ്കിൽ എന്താ വരിക? എസ് വരും. ഓക്കെ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ 6 ആണ് വരേണ്ടത്, പക്ഷേ എബോവ് ദി പ്ലെയിൻ ആയതുകൊണ്ട് നമ്മൾ എസ് എഴുതും. ഇനി ഈ കേസിൽ ഏതാണ് കൈറാൽ കാർബൺ? ഇതാണ് കൈറാൽ കാർബൺ. ഇവിടെ എന്തുണ്ട്? എബോവ് ദി പ്ലെയിൻ ഇവിടെ തന്നുകൊണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ബിലോ ദി പ്ലെയിനിൽ ഹൈഡ്രജൻ ഉണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ 1 ഇതിന് വരും. അപ്പം ഈ കാർബൺ ഇത് 1 വരാം, അല്ലെങ്കിൽ ഇത് 1 വരാം അല്ലെ. ഇപ്പൊ ഇതെന്താണ്? നൈട്രജന്റെ അടുത്താണ്, ഇത് കാർബണിന്റെ അടുത്താണ്. ഇത് രണ്ടും കാർബൺ ആണ്, ഇതും കാർബൺ ആണ്. ഈ കൈറാൽ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 1 ഹൈഡ്രജൻ ആണ്, ബാക്കി 3 കാർബൺ ആണ് അല്ലെ. അപ്പൊ ഈ കാർബൺ അടുത്ത് അറ്റാച്ച്, 3 കാർബൺ ആണെങ്കിൽ അടുത്ത ആറ്റം അറ്റാച്ച് ചെയ്തതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതെന്താണ്? ഓക്സിജൻ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് 1 വരും. ഇത് നൈട്രജനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതിന് 2 വരും. ഇത് കാർബണോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് 3 വരും. ആന്റി ക്ലോക്ക് വൈസ് ആണ്. 1 2 3 ആന്റി ക്ലോക്ക് വൈസ് ആണ്. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ബിലോ ദി പ്ലെയിൻ ആണ്, എസ് വരും. ഓക്കെ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് RNS കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ചുകൂടി മോളിക്യൂൾസ് എടുത്ത് കാണുമ്പോൾ ഇത് നെറ്റിന്റെയും ഗേറ്റിന്റെയും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വെറുതെ ചെയ്ത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാൻ 2012 നെറ്റിന് ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ ഇതാണ് കൈറാൽ സെന്റർ, കൈറാൽ കാർബൺ, ഹൈഡ്രജൻ ബിലോ ദി പ്ലെയിൻ ആണ്. അപ്പൊ ഇതില് നമ്മൾ നോക്കുമ്പോൾ ഏതാണ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഇത്
കാർബൺ ആണ്. ഫസ്റ്റത്തെ ഇതും കാർബൺ ആണ്, ഇതും കാർബൺ ആണ്, ഇതും കാർബൺ ആണ്. ഈ കൈറാൽ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 3 ഗ്രൂപ്പും കാർബൺ ആണ്. പക്ഷേ ഈ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഓക്സിജനോടാണ്, അതുകൊണ്ട് ഇത് 1 വരും. ഓക്കെ. പിന്നെ ഇത് കാർബണോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? ഇതും കാർബണോടാണ്. കാർബൺ കൂടുതലുള്ളത് ഇവിടെയാണ്, അപ്പൊ അത് 2 ഇത് വരും, ഇത് 3 വരും. ഓക്കെ. 1 2 3 ആന്റി ക്ലോക്ക് വൈസ് ആണ്. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ബിലോ ദി പ്ലെയിൻ ആണ്. 1 2 3 ആന്റി ക്ലോക്ക് വൈസ് ആണ്. ബിലോ ദി പ്ലെയിൻ ആണ് എങ്കിൽ എന്താ വരിക? എസ് വരും. ഇത് എസ് വരും. ഓക്കെ. 1 2 3 കണ്ടില്ലേ? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ബിലോ ദി പ്ലെയിൻ ആണ്. എസ് വരും. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2014 നെറ്റ് 2014 ചോദ്യമാണ്. അപ്പൊ ഇവിടെ 2 സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഈ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഇതും ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണ്, ഇതും ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇത് ഞാൻ എ എന്ന് കൊടുക്കാം. എ വിത്ത് ബി. എയുടെ നമുക്ക് ആദ്യം കാണാം. എയുടെ കാണുമ്പോൾ എന്താ വരിക നോക്കി നോക്കൂ. ഫസ്റ്റിൽ നമ്മൾ നോക്കേണ്ടത് ഈ കാർബൺ, ഇതെല്ലാം കാർബൺ ആണ്, 4 കാർബണാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, പക്ഷെ 4 ഡിഫറെന്റ് കാർബൺ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് ഓക്സിജനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഇത് കാർബണോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് 1 വരണം. ഓക്കെ. 1 ഇത് വരും. 2 വരേണ്ടത് ഇത് വരാം, അല്ലെങ്കിൽ ഇത് വരാം, അല്ലെ? ഇതെന്താണ്? ഒരു കാർബണോട് അല്ല, 2 കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കാർബണോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അപ്പൊ ഇത് 2 വരും, ഇത് 3 വരും. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് ഇതാണ്, അത് അബവ് ദി പ്ലെയിൻ ആണ്. ഇപ്പൊ 1 2 3 എന്താണ്? 1 2 3 ആന്റി ക്ലോക്ക് വൈസ് ആണ്, പക്ഷേ അബവ് ദി പ്ലെയിൻ ആയതുകൊണ്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, അബവ് ദി പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ 6 എഴുതണം. അപ്പൊ ഇതെന്താ വരിക? 6 ആണ് വരിക. ഓക്കെ. എ എന്ന് പറയുന്ന കാർബൺ 6 വരും. റെഡി അല്ലേ? ഇനി നമുക്ക് ഇത് ബി എന്ന് പറയുന്ന കാർബൺ ഇത് നോക്കാം. ഇവിടെ എന്തുണ്ട്? ഹൈഡ്രജൻ അബവ് ദി പ്ലെയിൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഹൈഡ്രജൻ അബവ് ദി പ്ലെയിൻ ഉണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതും കാർബണോടാണ്, ഇത് കാർബൺ ആണ്, ഇത് കാർബൺ ആണ്, ഇതും കാർബൺ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡബിൾ ബോണ്ടിന് പ്രത്യേകിച്ച് പ്രയോറിറ്റി ഒന്നുമില്ല. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ 2 കാർബണോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇതെന്താണ്? ഈ കാർബൺ നോക്കുകയാണെങ്കിൽ 1 2 3 കാർബണോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതും എന്താണ്? 1 2 3 കാർബണോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ 3 കാർബണോടാണ് ഈ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ കാർബണും 3 കാർബണോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അടുത്ത ആറ്റം നോക്കണം. അടുത്ത ആറ്റം നോക്കുമ്പോൾ ഇത് എന്താണ്? ഓക്സിജനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇത് ഹൈഡ്രജനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പൊ ഇതാണ് 1 വരിക. ഓക്കെ. പിന്നെ ഇത് 3 കാർബൺ അറ്റാച്ച് ചെയ്യുന്നത്, ഇത് എന്താണ്? ഒരു കാർബണാണ്, അപ്പൊ ഇത് 2 വരും. ഇതെന്ത് ചെയ്യും? ഇത് 3 വരും. അപ്പം 1 2 3 ക്ലോക്ക് വൈസ് ആണ് വന്നിരിക്കുന്നത്. 1 2 3 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ആണ്. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് അബവ് ദി പ്ലെയിൻ ആണ്. അപ്പൊ എന്താ വരിക? ക്ലോക്ക് വൈസ് ആണെങ്കിലും അബവ് ദി പ്ലെയിൻ ആണെങ്കിൽ എസ് വരും. ഓക്കെ. അപ്പം ഈ കാർബണിൻ്റെത് എസ് ആണ് വരിക, ഇതിൻ്റെ 6 വരും. റെഡിയാണല്ലോ? ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഗേറ്റ് 2004 ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇത് ഇവിടെയും 2 ഒപ്റ്റിക്കൽ ആക്റ്റീവ് സെന്റർ ഉണ്ട്. ഇതാണ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് സെന്റർ ഫസ്റ്റ് എടുത്തത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ് ഫസ്റ്റ് വരിക? നമ്പർ വരിക? ഇത് 1 വരും, ഇത് 2 വരും, ഇത് 3 വരും, അല്ലെ? 1 2 3 ആന്റി ക്ലോക്ക് വൈസ് ആണ്, പക്ഷെ ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് അബവ് ദി പ്ലെയിൻ ആണ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ 6 വരും. ഓക്കെ. അബവ് ദി പ്ലെയിൻ ആയതുകൊണ്ട്. ഇനി ഇതിന്റെ കേസിൽ, രണ്ടാമത്തെ കേസിൽ എങ്ങനെയാ വരിക? ഇവിടുത്തെ ഈ കാർബണിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നോക്കുമ്പോൾ ഏതാണ് 1 വരിക? ഇത് 1 വരും. ഓക്കെ. ഇത് 1 വരും. രണ്ടാമത്തെ ഏതാ വരിക? ഇതും വരാം, ഇതും വരാം. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജനോട് കൂടുതൽ അടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത്? 2 ഇത് വരും, ഇത് 3 വരും. ഓക്കെ. അപ്പോൾ 1 2 3 ഇങ്ങനെയാണ് വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ആണ്, ബിലോ ദി പ്ലെയിൻ ആണ്. അപ്പോൾ ഇത് എസ് വരും. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? RNS കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ എടുത്ത് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും RNS ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. അത്രയും ബുദ്ധിമുട്ടില്ല, വളരെ ഈസിയാണ്. അപ്പോൾ ഇത്രയാണ് RNS കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ എനാൻഷ്യോമേഴ്സ്, ഡയസ്റ്റീരിയോമേഴ്സ് പോലുള്ള ഇതിൻ്റെ മുകളിലോട്ടുള്ള കൺസെപ്റ്റുകളായിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിലൂടെയോ അല്ലാതെയോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബൈ.